ഹായ് കുട്ടികളെ, അക്ഷരജാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഉമ്മ ടീച്ചർ. നമ്മളിന്ന് +1 മലയാളത്തിലെ 4ാമത്തെ യൂണിറ്റ് ഉറവ് എന്ന യൂണിറ്റിലെ ആദ്യത്തെ അധ്യായമാണ് എടുക്കുന്നത്. പീലിക്കണ്ണുകൾ എന്ന കവിതയാണ് കൃഷ്ണഗാഥയിൽ നിന്നും എടുത്തതാണ്. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്നും എടുത്തതാണ് പീലിക്കണ്ണുകൾ എന്ന ഈ കവിത. അപ്പോൾ ചെറുശ്ശേരിയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൃഷ്ണഗാഥയുടെ ഉപജ്ഞാതാവ് ആണ് ചെറുശ്ശേരി. അതുപോലെ ധാരാളം ലളിത പദങ്ങൾ കൊണ്ട് മലയാള കാവ്യശാഖയെ പരിപോഷിപ്പിച്ച ഒരു കവിയാണ്. അദ്ദേഹത്തിൻ്റെ കൃഷ്ണഗാഥയിൽ നിന്നും എടുത്തിട്ടുള്ള പീലിക്കണ്ണുകൾ എന്ന കവിത നമുക്ക് നോക്കാം. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ. പീലിക്കണ്ണുകൾ എന്നാണ് നമ്മുടെ അധ്യായത്തിൻ്റെ പേര്. ഞാൻ നേരത്തെ പറഞ്ഞു. ഗോകുലനാഥനായി നിന്നൊരു നന്ദനോടാകുലനാകാതെ ചൊന്നാൻ പിന്നെ. അപ്പോൾ ഇതാണ് കവിതയുടെ തുടക്കം. അപ്പോൾ കവിത നമ്മൾ വായിച്ച് പറയുന്നതിന് മുന്നേ കവിതയുടെ ഒരു ആശയം എങ്ങനെയാണ് തുടക്കം എന്ന് നോക്കാം നമുക്ക്. കംസ വധാനന്തരം. അപ്പോൾ കൃഷ്ണൻ്റെ ലീലകൾ, ശ്രീകൃഷ്ണൻ ജനിച്ച് അദ്ദേഹത്തിൻ്റെ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ കൃഷ്ണഗാഥയിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. കൃഷ്ണലീലകളാണ് ഭൂരിഭാഗവും അതിലുള്ളത്. അപ്പോൾ അതിൽ നിന്നും എടുത്തിട്ടുള്ള പീലിക്കണ്ണുകൾ എന്ന ഈ ഭാഗത്ത് നമുക്ക് കംസന്റെ വധത്തിനു ശേഷം മധുരയിൽ രാജാവായി കഴിയുന്ന കൃഷ്ണൻ തന്നെ കാണാൻ വന്ന നന്ദഗോപരോടും ഗോപന്മാരോടും തിരിച്ച് അമ്പാടിയിലേക്ക് മടങ്ങിപ്പോകാൻ ആവശ്യപ്പെടുന്നതും അമ്പാടിയെക്കുറിച്ചും അച്ഛനെയും അമ്മയെയും കുറിച്ചുള്ള കുറച്ച് ചിന്തകളൊക്കെയാണ് ഈ കവിതയിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഗോകുലനാഥനായി നിന്നൊരു നന്ദനോടാകുലനാകാതെ ചൊന്നാൻ പിന്നെ. ഇപ്പോൾ ഗോകുലനാഥൻ, ഗോകുലത്തിൻ്റെ നാഥൻ, ഇവിടെ നന്ദഗോപരാണ്. ഗോകുലത്തിൻ്റെ രാജാവാണ് നന്ദഗോപർ. ഗോകുലനാഥനായി നിന്നൊരു നന്ദനോടാകുലനാകാതെ ചൊന്നാൻ പിന്നെ. ആകുലൻ ദുഃഖിതൻ. നന്ദഗോപരോട് തൻ്റെ മനസ്സിൽ ദുഃഖം ഉണ്ടെങ്കിൽ പോലും ആ ദുഃഖം പുറത്തേക്ക് കാണിക്കാതെ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു. ചൊന്നാൻ പിന്നെ. ചൊന്നാൻ അതൊക്കെ അന്നത്തെ ഭാഷാ രീതിയാണ്. പിന്നീട് നമ്മൾ മലയാള ഭാഷയിൽ ഇങ്ങനെയുള്ള രീതികൾ കാണുന്നില്ല. ചൊന്നാൻ പിന്നെ എന്ന് വെച്ചാൽ അവൻ പറഞ്ഞു, അല്ലെങ്കിൽ അവൻ ചൊന്നു. കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നമ്മുടെ ദേശത്തു പോവതിനായിട്ടു ചെമ്മേ തുടങ്ങേണം താതനിപ്പോൾ. അപ്പോൾ എന്താണ് കൃഷ്ണൻ പറഞ്ഞത്? നമ്മുടെ ദേശത്ത്. നമ്മുടെ ദേശം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ ഏത് ദേശത്തെയാണ്? അമ്പാടിയെയാണ്. അമ്പാടിയിലേക്ക് അങ്ങ്, താതൻ എന്ന് പറഞ്ഞാൽ പിതാവ്, അച്ഛൻ, അങ്ങ് തിരിച്ചു പോകണം, അല്ലെങ്കിൽ തിരിച്ചു പോകണം. കാരണം കുറച്ച് ദിവസമായി നന്ദഗോപര് മധുരയിൽ എത്തിയിട്ട്. അപ്പോൾ അമ്പാടിയിലേക്ക് തിരിച്ചു പോകാനുള്ള കൃഷ്ണന്റെ അപേക്ഷയാണ് ഇവിടെ കാണുന്നത്. യാദവന്മാർക്കെല്ലാം മോദത്തെ നൽകി നിന്ന് ആദരവോട് തഴപ്പിച്ചുടൻ അമ്മയെ കാൺമാനായി ഞാനും വരുന്നതുണ്ടുണ്മയിൽ ചൊന്നതു തേറിനാലും. അപ്പം എന്താണ്? നമ്മുടെ ദേശത്ത് പോവതിനായിട്ടു ചെമ്മേ തുടങ്ങണം താതനിപ്പോൾ. നമ്മുടെ ദേശത്തേക്ക് തിരിച്ചു പോവുക. കാരണം യാദവന്മാർക്കെല്ലാം സന്തോഷം നൽകണം, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങളെല്ലാം അങ്ങ് നോക്കേണ്ടതാണല്ലോ. അങ്ങിപ്പോൾ എൻ്റെ അടുത്ത് വന്ന് നിന്ന് സമയം കുറച്ച് ദിവസങ്ങളായി. ഇങ്ങനെ സമയം കളഞ്ഞാൽ, ദിവസങ്ങൾ പോയാൽ അമ്പാടിയിലെ കഥ എന്താവും? രാജാവാണല്ലോ കൃഷ്ണൻ, മധുരയിലെ രാജാവാണ് കൃഷ്ണൻ. നന്ദഗോപരാണെങ്കിലോ അമ്പാടിയിലെ രാജാവാണ്. അപ്പോൾ അമ്പാടിയിലെ ജനങ്ങൾക്ക് സന്തോഷം നൽകി അങ്ങ് അവിടെ എന്ത് ചെയ്യണം? വീണ്ടും ഭരണം തുടങ്ങണം, അല്ലെങ്കിൽ അവിടേക്ക് തിരിച്ചു പോകണം. അപ്പോൾ കൃഷ്ണനെ കൂടാതെ കഴിയാൻ വയ്യ എന്നുള്ള മട്ടിലാണ് നന്ദഗോപർ അവിടെ മധുരയിൽ കൃഷ്ണനോടൊപ്പം നിൽക്കുന്നത്. അപ്പോൾ പറയണം, അമ്മയെ കാൺമാനായി ഞാനും വരുന്നതുണ്ട് ഉണ്മയിൽ ചെന്നത് തേറിനാലും. അമ്മയെ കാണാൻ വൈകാതെ അങ്ങോട്ട് വരും. ഇത് സത്യമാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അങ്ങ് മനസ്സിൽ വെക്കുക, മനസ്സിലാക്കുക. ഇത് എന്താണ്? സത്യമാണ്. ഞാൻ തീർച്ചയായും എന്ത് ചെയ്യും? അമ്മയെ കാണാൻ അമ്പാടിയിലേക്ക് തിരിച്ചു വരും. അപ്പോൾ നന്ദഗോപരും യശോദയുമാണ് കൃഷ്ണന്റെ വളർത്തമ്മയും വളർത്തച്ഛനും. നന്ദഗോപർ വളർത്തച്ഛനാണ്, യശോദ വളർത്തമ്മയാണ്. യഥാർത്ഥ അച്ഛനും അമ്മയും വസുദേവരും ദേവകിയുമാണ്. ഈ ദേവകി കംസന്റെ സഹോദരിയാണ്. അപ്പോൾ
കംസൻ ന്റെ വധത്തിന് കാരണക്കാരനാവും കൃഷ്ണൻ എന്ന് ഒരു അശരീരി ഉണ്ടായിട്ടുണ്ട്. ദേവകിയുടെ 8ാമത്തെ പുത്രൻ കംസനെ കൊല്ലും എന്ന വിവാഹവേളയിൽ, ദേവകിയുടെ വിവാഹവേളയിൽ ഉണ്ടായ അശരീരി കാരണം എന്തുണ്ടായിട്ടുണ്ട്? ഇവരെ ജയിലിൽ ഒരു തടവറയിലാക്കുകയും അങ്ങനെ ജനിച്ച കുട്ടികളെല്ലാം കംസൻ കൊന്നൊടുക്കുകയും അവസാനം 8ാമത്തെ പുത്രനെ കൃഷ്ണൻ ജനിച്ചെങ്കിലും കൃഷ്ണനെ പെട്ടെന്ന് അമ്പാടിയിലേക്ക് മാറ്റുകയും അവിടെ പ്രസവിച്ച പെൺകുഞ്ഞിനെ ദേവകിയുടെ അടുത്ത് എത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പുരാണത്തിലെ പല ഭാഗങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്, കഥകളൊക്കെ ഉണ്ട്, ഒക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെ കംസനെ വധിക്കുന്നതിനായി കൃഷ്ണൻ അവതരിച്ചതാണ്. അപ്പോൾ ആ അവതരിച്ചു എന്നുള്ളത് കംസൻ പിന്നീട് മനസ്സിലാക്കുന്നുണ്ട്. കംസൻ കൃഷ്ണനെ കൊല്ലാൻ വേണ്ടി പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനെല്ലാം അതിജീവിച്ച് കൃഷ്ണൻ വളർന്ന് അമ്പാടിയിൽ യശോദയുടെയും നന്ദഗോപരുടെയും വളർത്തുപുത്രനായി. സ്വന്തം മകനെ പോലെ തന്നെയാണ്. അവർക്ക് അത് വളർത്തുമകനാണത് തങ്ങളുടെ മകനല്ല എന്നുള്ളത് പിന്നീടാണ് യശോദയൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ നന്ദഗോപരും യശോദയും വളർത്തിയ കൃഷ്ണൻ പിന്നീട് കംസനെ വധിച്ച് മധുരയിലെ രാജാവായി. ഇങ്ങനെ രാജാവായ കൃഷ്ണനെ കാണാൻ വന്ന നന്ദഗോപരോട് തിരിച്ച് അമ്പാടിയിലേക്ക് പോകാനും അവിടുത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ അങ്ങ് കൈകാര്യം ചെയ്യണം എന്ന് പറയുന്ന ഭാഗമാണിത്. ഒപ്പം തന്നെ ഞാൻ തീർച്ചയായും വളരെ താമസിയാതെ തന്നെ അമ്മയെ കാണാൻ വരും എന്നും. ഇനി കൃഷ്ണഗാഥയുടെ രീതി എന്താണ്? അച്ഛനും അത് എന്തൊക്കെയാണ്, അത് ആ രീതി ഈണം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അച്ഛനും അമ്മയും മറ്റിവനുണ്ടല്ലോ ഇച്ഛയിൽ നൽകുവാൻ എന്നു നന്ദി, ദീർഘമായുള്ളൊരു കാലമെന്നിങ്ങനെ പാർക്കുമെന്നുള്ളത് ഓർക്ക വേണ്ട. ഇനി അച്ഛനും അമ്മയും മറ്റിവനുണ്ടല്ലോ എന്ന് വെച്ചാൽ യഥാർത്ഥ അച്ഛൻ്റെ അമ്മയുടെ അടുത്താണല്ലോ കൃഷ്ണൻ മധുരയിൽ. അത് അങ്ങനെ വിചാരിച്ചിട്ട് ഇച്ഛയിൽ നൽകുവാൻ എന്നു നന്ദി, ഇച്ഛ ആഗ്രഹത്തോടെ കൃഷ്ണൻ ആഗ്രഹിക്കുന്ന പോലെ നൽകാൻ അവൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടല്ലോ എന്ന് നണ്ണുക, ചിന്തിക്കുക, വിചാരിക്കുക എന്ന് വിചാരിക്കേണ്ട. കാരണം ദീർഘമായുള്ളൊരു കാലമിന്നിങ്ങനെ പാർക്കുമെന്നുള്ളത് ഓർക്ക വേണ്ട. കുറേ കാലമൊന്നും ഞാൻ ഇവിടെ കഴിയും എന്നങ്ങ് വിചാരിക്കേണ്ട. അച്ഛനായുള്ളത് നീയൊഴിച്ചില്ലെനിക്ക് അച്യുതൻ തന്നോട് പാദത്താണേ. അപ്പൊ ദൈവത്തെ പിടിച്ച് സത്യം ചെയ്യാണ്. എന്താണത്? അച്ഛനായുള്ളത് നീയൊഴിച്ചില്ലെനിക്ക് അച്യുതൻ തന്നോട് പാദത്താണേ. നീയാണ് എൻ്റെ അച്ഛൻ. വളർത്തച്ഛനായ നന്ദഗോപരോട് നീയാണ് യഥാർത്ഥത്തിൽ എൻ്റെ അച്ഛൻ, അല്ലാതെ എൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടെന്ന് കരുതി ഞാൻ ഇവിടെ തന്നെ ദീർഘകാലം കഴിയും എന്നങ്ങ് കരുതരുത്. ദൈവമാണ് സത്യം, അങ്ങു തന്നെയാണ് എൻ്റെ യഥാർത്ഥ അച്ഛൻ. പെറ്റു വളർത്തൊരു തായായി നിന്നത് മുറ്റും എനിക്കും മറ്റാരുമല്ലേ. അതുപോലെ പെറ്റത് ദേവകിയാണെങ്കിലും ആ തന്നെ പ്രസവിച്ച ദേവകിയേക്കാൾ എന്നെ വളർത്തി ഈ നിലയിൽ എത്തിച്ചത് തൻ്റെ വളർത്തമ്മയായ യശോദയാണ്. അതാണ് പറഞ്ഞത്. തായെന്നോ അമ്മ. തായായി നിന്നത് മുറ്റും എനിക്കും മറ്റാരുമല്ലേ. യശോദയും നന്ദഗോപരും ഒഴിച്ചിട്ട് വേറെ ആരും അല്ല. എനിക്ക് ഏറ്റവും പ്രധാനമായവർ ആര് തന്നെയാണ്? എൻ്റെ വളർത്തമ്മയായ യശോദയും വളർത്തച്ഛനായ നന്ദഗോപരും തന്നെയാണ്. ഇനി ഇതിലെ 4 വരികൾ നമുക്ക് ചോദ്യമായിട്ടൊക്കെ വരുന്നതാണ്. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഇതിലെ. ശ്രദ്ധിക്കുക. ആറ്റിലും തീയിലും വീഴാതെ കണ്ടെന്നെ പോറ്റി വളർത്തത് നിങ്ങളല്ലോ, ഇങ്ങനെയുള്ള ഞാൻ എന്നെ മറക്കിലും നിങ്ങളെ എന്നും മറക്കയില്ലേ. അതാണ്. അപ്പോൾ മക്കളെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണ്. അച്ഛനമ്മമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അച്ഛനമ്മമാരെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, അച്ഛനമ്മമാരുടെ കടമയാണ് ജനിച്ച മക്കളെ പ്രസവിച്ച മക്കളെ എന്ത് ചെയ്യണം? പോറ്റി വളർത്തണം എന്നുള്ളത്. എങ്കിൽ പോലും ഈ മകൻ പറയുന്നു നോക്കൂ, ആറ്റിലും തീയിലും വീഴാതെ കണ്ടെന്നെ പോറ്റി വളർത്തത് നിങ്ങളല്ലോ, ഇങ്ങനെയുള്ള ഞാൻ എന്നെ മറക്കിലും നിങ്ങളെയൊന്നും മറക്കയില്ലേ. അതാണ്. എന്നെ പ്രസവിച്ചത് മറ്റൊരു മാതാപിതാക്കളാണ്. എന്ന് വെച്ചാൽ എന്നെ പ്രസവിച്ചത് ദേവകിയും വസുദേവരുടെ പിതാവാണ്. പെറ്റമ്മ ദേവകിയാണ്. എന്നാൽ പോറ്റി വളർത്തൊരു തായായി നിന്നൊരു മുറ്റും എനിക്കും മറ്റാരുമല്ലേ എന്ന് പറഞ്ഞ ആരെക്കുറിച്ചാണ്? യശോദയെ കുറിച്ചാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? ആറ്റിലും തീയിലും വീഴാതെ കണ്ടെന്നെ പോറ്റി വളർത്തത് നിങ്ങളല്ലോ. വെച്ചാൽ വെള്ളത്തിലും തീയിലൊന്നും വീഴാതെ
ചെറിയ കുട്ടികളെ വളർത്തുക എന്നുള്ളതാണ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ എന്താണ്, അവരെ യാതൊരു അപകടവും പറ്റാതെ വെള്ളത്തിലോ തീയിലോ അത്തരത്തിലുള്ള അപകടങ്ങളൊന്നും എന്താ പറയുക പറ്റാതെ അത്തരം അപകടങ്ങളൊന്നും സംഭവിക്കാതെ അവരെ പോറ്റി വളർത്തണം. അപ്പോൾ ആ പോറ്റി വളർത്തുന്നത് നിങ്ങളല്ല, അതാരാണ്? വളർത്തമ്മയും വളർത്തച്ഛനുമായ നന്ദഗോപരും യശോദയുമാണ്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളെ ഞാൻ എന്ത് ചെയ്യില്ല, ഇങ്ങനെയുള്ള ഞാൻ എന്നെ മറക്കിലും നിങ്ങളെ എന്നും മറക്കയില്ലേ. ഇന്ന് എനിക്കിപ്പോൾ ഈ നിലയിലെത്താൻ കഴിഞ്ഞതിൻ്റെ കാരണക്കാർ വളർത്തമ്മയായ യശോദയും വളർത്തച്ഛനായ നന്ദഗോപരുമാണ്. അങ്ങനെയുള്ള ഞാൻ ഒരിക്കലും എന്നെ മറന്നാൽ പോലും നിങ്ങളെ മറക്കില്ല. ഇതൊരു മകൻ, ഒരു പുത്രൻ അച്ഛന് നൽകുന്ന വാഗ്ദാനമാണ് അല്ലേ? അച്ഛനമ്മമാരെ കുറിച്ചുള്ള ചിന്ത മക്കൾക്ക്. ഇപ്പം ഇന്നത്തെ കാലത്ത് അച്ഛനമ്മമാരെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നവർ ഉണ്ടാവണം എന്നുള്ള ഒരു ആശയമാണ് ഇവിടെ നമുക്ക് പുതിയ തലമുറയോട് കവി പറയുന്നത്. ഏത് കാലഘട്ടത്തിലും എന്താണ് നിലനിൽക്കുന്ന ഒരു ആശയമാണ്. ആറ്റിലും തീയിലും വീഴാതെ കണ്ടെന്നെ പോറ്റി വളർത്തത് നിങ്ങളല്ലോ, ഇങ്ങനെയുള്ള ഞാൻ എന്നെ മറക്കിലും നിങ്ങളെ എന്നും മറക്കയില്ലേ എന്നാണ്. നിങ്ങളെ ഒരിക്കലും ഞാൻ മറക്കില്ല, എന്നെ മറന്നാലും നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ വരികളുടെ ആശയം മനസ്സിലാക്കി വയ്ക്കുക. ചോദ്യം ഉണ്ടാവും, എഴുതണം. നോക്കുക, നീ ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദനോടിങ്ങനെ ചൊന്നുടൻ തന്നോട് ചങ്ങാതിമാരോട് ചൊന്നാൻ. പിന്നെ നന്ദഗോപരോട് ഇങ്ങനെ പറഞ്ഞിട്ട്, ഇപ്പൊ മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നന്ദഗോപരോടാണല്ലോ പറഞ്ഞത് കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ചങ്ങാതിമാരോട് ചൊന്നാൻ. പിന്നെ ചങ്ങാതിമാരോട് എന്ത് ചെയ്തു? കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നന്ദഗോപരോടൊപ്പം കുറച്ച് അമ്പാടിയിലെ ഗോപന്മാരും ഒപ്പം ഉണ്ട്, അവരോട് പറഞ്ഞു. അച്ഛന് ചങ്ങാതമായിട്ട് നിങ്ങളും ഇച്ഛയിൽ പോകേണം അമ്പാടി. അച്ഛന് കൂട്ടായിട്ട് നിങ്ങളും ഇപ്പോൾ തന്നെ എന്ത് ചെയ്യണം? അമ്പാടിയിലേക്ക് തിരിച്ചു പോകണം. പാരാതെ പോന്നങ്ങു വന്നതുമുണ്ടു ഞാൻ നാരായണൻ തന്നെ പാദത്താണേ. ഇവിടെയും ദൈവത്തെ പിടിച്ച് സത്യം ചെയ്യണം. നാരായണൻ തന്റെ പാദത്താണ്, ദൈവമാണ് സത്യം. ഞാൻ എന്ത് ചെയ്യും? വളരെ വൈകാതെ തന്നെ അമ്പാടിയിലേക്ക് എത്തും എന്ന് ആരോട് പറയാണ്? തൻ്റെ സുഹൃത്തുക്കളോട്, ഗോപന്മാരോട് പറയാണ്. ഒപ്പം അച്ഛനോടൊപ്പം പോകണം എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ ഞാനില്ലാത്ത അഭാവം എൻ്റെ അച്ഛന് അനുഭവപ്പെടരുത് എന്നൊരു സൂചന കൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതാണ് അച്ഛന് ചങ്ങാതമായിട്ടു നിങ്ങളും ഇച്ഛയിൽ പോകേണം അമ്പാടിയിൽ. അപ്പൊ കൃഷ്ണൻ അമ്പാടിയിൽ ഇല്ലല്ലോ. അപ്പോൾ കൃഷ്ണന് പകരം തൻ്റെ ചങ്ങാതിമാർ കൃഷ്ണനെ പോലെ അച്ഛനെ സഹായിച്ച് അമ്പാടിയിലേക്ക് പോകണം, അല്ലെ അമ്പാടിയിൽ ജീവിക്കണം. വളരെ കാലം ഒന്നും ഞാൻ ഇവിടെ നിൽക്കില്ല, ദൈവമാണ് സത്യം, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് പറഞ്ഞ കൃഷ്ണൻ പിന്നെ എന്തൊക്കെയാ പറയണം നോക്കൂ. നിങ്ങളുമായുള്ള ലീലകൾ ചിന്തിച്ചാൽ എങ്ങനെ ഞാൻ ഇങ്ങ് നിന്നുകൊള്ളൂ. അതാണ് നിങ്ങളോടൊത്ത് കളിച്ച കാര്യങ്ങളല്ല, ലീല എന്ന് പറഞ്ഞ കളികൾ. നിങ്ങളോടൊത്ത് ഞാൻ കളിച്ച ആ കളികളെല്ലാം ആലോചിച്ചാൽ എങ്ങനെയാണ് ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് മധുരയിൽ നിൽക്കുക? കാളിന്തി തീരത്തെ കാനനം തന്നിലെ കായ്കളെ തിന്നല്ലോ ഞാൻ വളർന്നു. ഇപ്പോൾ കാളിന്തി തീരത്തെ വനത്തിലെ കാനനം വനത്തിലെ കായ്കനികൾ ഭക്ഷിച്ചാണല്ലോ ഞാൻ വളർന്നത്. പിന്നെ എന്നും അതിനുള്ളൊരിച്ഛ പുലമ്പുന്നുണ്ട് എന്നുള്ളിൽ എന്നത് തീറില്ല. എനിക്ക് ഇന്നും അന്നും എന്നും എന്നാണ്. എന്നും അതിനുള്ളൊരിച്ഛ, ഇച്ഛ എന്ന് പറഞ്ഞാൽ ആഗ്രഹം, പുലമ്പിനുണ്ട് എന്നുള്ളിൽ എന്നത് തീറിനാലും, നിങ്ങൾ മനസ്സിലാക്കിയാലും ഇപ്പോഴും എനിക്കുള്ള ആഗ്രഹം അത് തന്നെയാണ്. ഇങ്ങനെ ചൊന്നുതാൻ ചങ്ങാതിമാരുള്ളിൽ പൊങ്ങിന വേദന പോക്കി. പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് തൻ്റെ ചങ്ങാതിമാരുടെ മനസ്സിനുള്ളിലെ വേദനകളെയെല്ലാം ദൂരീകരിച്ച് നന്മ കലർന്നുള്ള രത്നവും ചേലയും നന്ദനും എല്ലാവർക്കും നൽകി നിന്നാൻ. രാജാവാണല്ലോ കൃഷ്ണൻ. അപ്പോൾ മനോഹരങ്ങളായ വിലപിടിപ്പുള്ള രത്നവും ചേലകളും, ചേല എന്ന് പറഞ്ഞ വസ്ത്രം, നന്ദഗോപർക്കും ഗോപന്മാർക്കും എല്ലാവർക്കും കൊടുത്തു. കൃഷ്ണൻ അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇനി നമ്മുടെ ഈ വരികൾ നോക്കാം. ഇനി അമ്മയോട് പറയാനുള്ള കാര്യങ്ങളും മറ്റുമാണ് കൃഷ്ണൻ പറയുന്നത്. ഇത് എങ്ങനെയാണ്? ഇതിൻ്റെ ഈണം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞല്ലോ. നോക്കുക, ഇതിലെ രീതി ഇങ്ങനെയാണ്. അമ്മയ്ക്ക് നൽകുവാൻ ചെമ്മുള്ള ചേലകൾ നന്ദൻ കയ്യിലേ നൽകി ചൊന്നാൻ. ഇതാണ് വരി. ഇതെങ്ങനെയാണ്? കൃഷ്ണഗാഥയുടെ രീതി എങ്ങനെയാണെന്ന് 2 വരി ചൊല്ലി പറഞ്ഞുതരാം. അമ്മയ്ക്കു നൽകുവാൻ ചെമ്മുള്ള ചേലകൾ നന്ദൻ കയ്യിലേ നൽകി ചൊന്നാൻ. നൽചേല നാലുമൻ അമ്മാതൻ കയ്യിലൻ ഇച്ഛയിൽ നൽകേണമിന്നു തന്നെ. എന്നമ്മ തന്നോടു ചൊല്ലേണം പിന്നെ നീ എന്നെ മാറക്കൊല്ല എന്നിങ്ങനെ. ഇങ്ങനെയാണ് കൃഷ്ണഗാഥയുടെ രീതി കേട്ടോ.
അപ്പോൾ അമ്മയ്ക്ക് നൽകുവാൻ ചെമ്മുള്ള ചേലകൾ നന്ദൻ താൻ കയ്യിലെ നൽകി ചൊന്ന്. അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി നല്ല ചെമ്മുള്ള ചേല, മനോഹരമായ ചേലകൾ, വസ്ത്രങ്ങൾ നൽകി നന്ദഗോപരുടെ കയ്യിൽ നൽകിയിട്ട് ഇങ്ങനെ പറഞ്ഞു. നൽചേല നാലുമെൻ അമ്മതൻ കയ്യിലെ ഇച്ഛയിൽ നൽകണമെന്ന്. ഈ 4 ചേലകളും എൻ്റെ അമ്മയ്ക്ക് ഇന്നു തന്നെ സന്തോഷത്തോടെ നൽകണം. എന്നമ്മ തന്നോട് ചൊല്ലണം പിന്നെ നീ എന്നെ മറക്കൊല്ല എന്നിങ്ങനെ. എന്നിട്ട് എൻ്റെ അമ്മയോട് പറയണം എന്നെ മറക്കരുത് എന്ന്. പാൽവെണ്ണയുണ്ണാഞ്ഞു വേദനയുണ്ടുള്ളിൽ പാരമെനിക്കൊന്നു ചൊൽക. പിന്നെ എന്താ, പാലും വെണ്ണയും കഴിക്കാതെ എനിക്ക് വലിയ ദുഃഖമുണ്ട് എന്നുള്ള കാര്യവും എൻ്റെ അമ്മയോട് പറയുക. വെണ്ണയും പാലും ആരാനും പോരുന്നോരുണ്ടെങ്കിൽ മെല്ലെ വരുത്ത വേണം. അപ്പോൾ അമ്പാടിയിൽ നിന്ന് തൻ്റെ അമ്മയുടെ കൈ കൊണ്ടുള്ള വെണ്ണയും പാലും കഴിക്കാനാണ്, അല്ലാതെ മധുരയിൽ രാജാവെ കൃഷ്ണന് വെണ്ണയും പാലും കിട്ടാഞ്ഞിട്ടല്ല. അമ്മയുടെ ആ വാത്സല്യം വഴിയുന്ന രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പാലും വെണ്ണയും ഒക്കെ നമ്മുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം തനിക്ക് വേണം, കിട്ടണം എന്നാണ് കൃഷ്ണൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. വാഴപ്പഴങ്ങളും വണ്ണം തിരണ്ടവ കേഴുവാനല്ലെങ്കിൽ എന്ന് ചൊല്ലൂ. അതാണ് അവിടെയുള്ള വണ്ണം തിരണ്ട വലിയ വാഴപ്പഴങ്ങളും മറ്റും കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇവിടെ നിന്ന് കേഴാനല്ലാതെ കരയാനല്ലാതെ എനിക്ക് എന്താണ് കഴിയുക. പിന്നെ കുറച്ച് പഴയ കാര്യങ്ങൾ കൃഷ്ണൻ ഓർമ്മിക്കുകയാണ്. അത് നന്ദഗോപരോട് പറയുകയാണ്. നോക്കൂ. ചിറ്റാടയുണ്ടു ഞാൻ പെട്ടകം തന്നുള്ളിൽ മറ്റാരും കാണാതെ വെച്ചു പോന്നു. ഒരു മനോഹരമായ ആട, ചിറ്റാട, ആടാന്ന വസ്ത്രം, ഒരു മനോഹരമായ വസ്ത്രം ഞാൻ പെട്ടിക്കുള്ളിൽ മറ്റാരും കാണാതെ വെച്ചു പോന്നു. അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അത് ആരും കണ്ടിട്ടില്ല. ഊനപ്പെട്ടില്ലല്ലീ എന്നതേ ചിന്തിച്ചു ദീനമാകുന്നതൻ മാനസത്തെ. അത് നാശമായിട്ടുണ്ടാവോ എന്ന് ചിന്തിച്ച് എനിക്ക് വിഷമമുണ്ട്. ഊനപ്പെടുക, നശിച്ചു പോവുക. ഊനപ്പെട്ടില്ലല്ലീ എന്നതേ ചിന്തിച്ചു ദീനമാകുന്നതൻ മാനസത്തിൽ. ദീനമാകുക, സങ്കടം വരിക, അല്ലെങ്കിൽ ദുഃഖമാവുക, വിഷമം ഉണ്ടാവുക. എൻ്റെ മനസ്സിൽ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമമുണ്ട്. മഞ്ഞൾ പിഴിഞ്ഞുള്ള കൂറകളൊന്നുമേ മങ്ങാതെ മാനിച്ചു കൊള്ളണം നീ. പിന്നെ മഞ്ഞൾ പിഴിഞ്ഞ് ഒരു ഉണ്ടാക്കി എടുത്തു വച്ചിട്ടുള്ള മനോഹരമായൊരു മഞ്ഞ ചേലയുണ്ട്. അതിൻ്റെ ആ ചേലയുടെ ഭംഗി മങ്ങാതെ സൂക്ഷിച്ചു വയ്ക്കണം എന്നമ്മയോട് പറയണം. വെറ്റില തിന്ന് ചൊരിക്കിന നേരത്തു തെറ്റെന്നു പൂട്ടുവാൻ ചെന്നേനല്ലോ കൂലിയ എന്നതിനമ്മതാൻ നൽകിന ചേലയും മാലുറ്റു പോകല്ലാതെ. പിന്നെ കൃഷ്ണൻ ആ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തോർത്ത് പറയുകയാണ്. താൻ അമ്മയെ ഒരിക്കലും മറക്കില്ല. ഇപ്പം രാജാവാണ് കൃഷ്ണൻ, മുതിർന്ന ഒരു വ്യക്തിയാണ്. എങ്കിലും കുട്ടിക്കാലത്തെ ശൈശവ കാലഘട്ടങ്ങളിൽ ഉണ്ടായ പല കാര്യങ്ങളും കൃഷ്ണൻ ഓർത്ത് പറയുകയാണ് നന്ദഗോപരോട്. അപ്പം അങ്ങനെ ഉണ്ടായൊരു സംഭവമാണ് എന്ത്, വെറ്റില തിന്ന് ചൊരിക്കിന നേരത്തു തെറ്റെന്ന് പൂട്ടുവാൻ ചെന്നേനല്ലോ. ഈ വെറ്റില തിന്ന് അമ്മ അല്പം ഒന്ന് മയങ്ങി തലചുറ്റൽ അമ്മയ്ക്ക് അനുഭവപ്പെട്ടപ്പോൾ അമ്മ താഴെ വീഴാതെ അമ്മയെ ഞാൻ സഹായിച്ചു. തെറ്റെന്ന് പൂട്ടുവാൻ ചെന്നേനല്ലോ. ആ സമയത്ത് അമ്മ എന്ത് ചെയ്തു, കൂലിയ എന്നതിന് അമ്മതാൻ നൽകിന ചേലയും മാലുറ്റു പോകല്ലാതെ. അന്ന് അതിന് പകരമായി അമ്മ എനിക്കൊരു മനോഹരമായ ചേല തന്നിരുന്നു. ആ ചേലയും എന്ത് ചെയ്യരുത്, അതിൻ്റെ ശോഭ മങ്ങാതെ സൂക്ഷിച്ചു വയ്ക്കാൻ അമ്മയോട് പറയണം. പിന്നെയും പഴയ കാലങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയണത് കൃഷ്ണൻ. പിള്ളേരെ നുള്ളിനാൻ എന്നങ്ങു ചൊല്ലിയിട്ട് പീലി കൊണ്ട് എന്നെ അടിച്ചാളമ്മ. പലരും കൃഷ്ണന്റെ വികൃതികളെക്കുറിച്ച് പരാതി പറയും. അപ്പം പിള്ളേരെയൊക്കെ നുള്ളുന്നുണ്ട് കൃഷ്ണൻ എന്ന പരാതി കേട്ട യശോദ സഹിക്കിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പീലി കൊണ്ട് എന്നെ അടിച്ചാൾ അമ്മ. വലിയ വടിയൊന്നും എടുത്തല്ല അടിച്ച, ഒരു പീലിയാണ്, മയിൽപ്പീലി കൊണ്ട് എന്നെ അടിച്ചു. പീലി കൊണ്ട് എന്നെ അടിച്ചാളമ്മ. കേണുകൊണ്ടന്നു വഴക്കായി പോയി ഞാൻ ഊണിനു വരാതെ നിന്ന നേരം. അത് അങ്ങനെ എന്നെ അമ്മ അടിച്ചപ്പോൾ കേണുകൊണ്ട്, കേഴുക കരയുക, കരഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, വഴക്കായി, അമ്മയോട് തെറ്റി ഊണിനു വരാതെ നിന്ന നേരം, ഭക്ഷണം കഴിക്കാൻ വരാതെ നിന്നപ്പോൾ തെണ്ടമ എന്നതിന് അന്നു നീ നൽകിന കണ്ടിക്കം ചെയ്യല മറക്കൊല്ലാതെ. അന്ന് താൻ തെറ്റി നിന്നതിന് ഒരു പകരം താൻ അവനെ അടിച്ചല്ലോ എന്നുള്ള ഖേദത്തോടു കൂടി സങ്കടത്തോടെ അമ്മ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മനോഹരമായ ചേല തന്നിട്ടുണ്ട്. അതിൻ്റെ ആ ചേലയുടെ പ്രത്യേകത എന്താണ്, കണ്ടിക്കം ചേല മറക്കല്ല. കണ്ടിക്കം ചേല കരിം പച്ച, നല്ല കടുത്ത പച്ച നിറമുള്ള ഒരു ചേല. കണ്ടിക്കം ചേല മറക്കല്ല. അന്ന് തന്ന കടുത്ത പച്ച നിറമുള്ള ചേലയെക്കുറിച്ചും കൃഷ്ണൻ ഓർത്തു. അതും കേടുവരാതെ സൂക്ഷിക്കണം എന്നാണ്. പൊങ്ങിനോരോ ഓശ പുലമ്പി നിന്നിടുന്ന കിങ്ങിണി എങ്ങാനും വീടല്ലാതെ. പൊങ്ങിനോരോശ, ഓശ എന്ന് പറഞ്ഞാൽ ശബ്ദം ഉണ്ടാക്കുന്നുള്ള കിങ്ങിണി. അപ്പം മണികളെല്ലാം കിലുങ്കി കാലിലിട്ട് നടക്കുമ്പോഴൊക്കെ കിങ്ങിണിയുടെ ആ എന്താ പറയുക
ശബ്ദം ഉണ്ടല്ലോ, കിങ്ങിണികളുടെ ശബ്ദം. അപ്പോൾ ഓശ എന്ന് പറഞ്ഞ ശബ്ദം. പൊങ്ങിനോരോശ, ശബ്ദം പൊങ്ങുന്ന അല്ലെങ്കിൽ പുലമ്പുന്ന ആ കിങ്ങിണിയൊന്നും പാഴായി പോകരുത്, അല്ലെങ്കിൽ വീഴരുത്. കിങ്ങിണി എങ്ങാനും വീഴല്ലാതെ, ആ കിങ്ങിണിയൊന്നും വീഴാതെ എൻ്റെ പാവകളെ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. പാവകളൊന്നുമേ പാഴായി പോകാതെ പാലിച്ചു കൊള്ളണം പാരാതെ നീ. അപ്പോൾ താൻ കുട്ടിക്കാലത്ത് ഉപയോഗിച്ചിരുന്ന കിങ്ങിണിയും അതുപോലെ പാവകളും ഇതൊന്നും തന്നെ എന്ത് ചെയ്യരുത്, പാഴായി പോകാതെ പാലിച്ചു കൊള്ളണം പാരാതെ നീ. ഒന്നും കേടുകൂടാതെ കുട്ടിക്കാലത്തുള്ള വസ്തുക്കൾ ഞാൻ ഉപയോഗിച്ചിരുന്ന എല്ലാം പാലിച്ചു കൊള്ളണം എന്ന് അമ്മയോട് പറയണം. അതെല്ലാം സംരക്ഷിച്ചു വെക്കണം, സൂക്ഷിച്ചു വെക്കണം എന്ന് അമ്മയോട് പറയണം. ചേണുറ്റു നിന്നുള്ള ഒരു ഓണവില്ലൊന്നുമേ ഞാണറ്റു പോകല്ലേ ഞാൻ വരുമ്പോൾ. അതുപോലെ ഓണക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ഓണവില്ല്, മനോഹരമായ ഓണവില്ല് ഞാൻ ഉപയോഗിച്ചിരുന്നു. ഓണവില്ലും കേടുവരുത്. താൻ കുട്ടിക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ചേലകളും അമ്മ തനിക്ക് നൽകിയ മനോഹരങ്ങളായ വസ്ത്രങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുന്നു. അതിൻ്റെ ഓരോ കാരണങ്ങളും സാഹചര്യങ്ങളും ഓർക്കുന്നു. ഇതെല്ലാം എന്ത് ചെയ്യണം, ഞാൻ കുട്ടിക്കാലത്ത് ഉപയോഗിച്ച ഈ വസ്തുക്കളെല്ലാം തന്നെ പാവകളും ഗിങ്ങിണിയും ഓണവില്ലും ഉൾപ്പെടെ ചേലകളും എല്ലാം അമ്മ സൂക്ഷിച്ചു വെക്കണം എന്ന് പിതാവായ നന്ദഗോപർ എന്ത് ചെയ്യണം, വളർത്തച്ഛനായ നന്ദഗോപർ അമ്മയോട് യശോദയോട് പറയണം എന്നൊക്കെ ശുപാർശ ചെയ്തിട്ടാണ് നന്ദഗോപരെ സന്തോഷത്തോടെ അമ്പാടിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞ് കൃഷ്ണൻ യാത്രയാക്കുന്നു. ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് പീലിക്കണ്ണുകൾ എന്ന ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ ഏറ്റവും മനോഹരമായ കുറച്ച് വരികളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതിലെ ചോദ്യങ്ങൾ നോക്കാം. കൃഷ്ണന്റെ ബാല്യകാല സ്മരണകളിൽ തെളിയുന്ന ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ കവി കാണിച്ച ഔചിത്യം ചർച്ച ചെയ്യുക. ഇപ്പം നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളില്ലേ, ബാല്യകാല ലീലകൾ എന്ന് വെച്ചാൽ കാളിന്തി തീരത്തെ കാനനം തന്നിലെ കായകളെ അവിടെ കാണിച്ച, നിങ്ങളോടൊത്ത് കളിച്ച ആ ലീലകൾ, കായകളെ തിന്നാണ് ഞാൻ വളർന്നത്. പിന്നെ എന്തൊക്കെയാണ്, പിള്ളേരെ നുള്ളിന്ന് പറഞ്ഞിട്ട് അമ്മ അടിച്ച കാര്യം, അതിന് പകരം അമ്മ തന്ന കാര്യം, തൻ്റെ വസ്ത്രങ്ങൾ, ഓണവില്ല്, പാവകൾ, ഇങ്ങനെ പഴയ പഴയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃഷ്ണൻ ഓർക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ ഇവിടെ ഉത്തരവായിട്ട് എഴുതുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആറ്റിലും തീയിലും വീഴാതെ കണ്ടെന്നെ പോറ്റി വളർത്തത് നിങ്ങളല്ലോ, ഇങ്ങനെയുള്ള ഞാൻ എന്നെ മറക്കിലും നിങ്ങളെയൊന്നും മറക്കയില്ലേ. ഈ ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലെ ചോദ്യം ഇങ്ങനെയാണ്, അച്ഛൻ, ഇതിപ്പോൾ ഇങ്ങനെ 4 വരി തന്നിട്ട് സന്ദർഭവാശയം വ്യക്തമാക്കുക എന്നുള്ള ചോദ്യം വരും. അതിൽ ടെക്സ്റ്റിൽ ഇങ്ങനെയാണ്, അച്ഛനമ്മമാരുടെ സ്നേഹവായ്പും കരുതലും സൂചിപ്പിക്കുന്ന ഇത്തരം വരികൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. ഇതെല്ലാം ഈ കവിത വായിച്ചപ്പോൾ ഞാൻ പറയുന്ന ആശയങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും, പരീക്ഷയ്ക്ക് എഴുതാനും കഴിയും. അപ്പോൾ ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം, അടുത്ത അധ്യായവുമായിട്ട് കാണാം. ഓക്കെ.